സംസ്ഥാനത്ത് ജലജീവൻ പദ്ധതി അവതാളത്തിലെന്ന പ്രതിപക്ഷം നിയമസഭയിൽ. പദ്ധതിയുടെ 4/1 തുക പോലും ചെലവഴിച്ചില്ലെന്നും കേന്ദ്ര ഫണ്ട് ലാപ്സായെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം ഫണ്ട് ലാപ്സായിട്ടില്ലെന്നും പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. എല്ലാവർക്കും ശുദ്ധജലം നൽകാൻ ഉദ്ദേശിച്ചുള്ള ജലജീവൻ പദ്ധതി സംസ്ഥാനത്ത് താളം തെറ്റിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തു നിന്നും അനൂപ് ജേക്കബ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകേടും കാരണം പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി അനൂപ് ജേക്കബ് ആരോപിച്ചു. കേന്ദ്രത്തിൽ നിന്നും അർഹതപ്പെട്ട തുക വാങ്ങിയെടുക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു. കേന്ദ്ര ഫണ്ട് പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ പിടിപ്പുകേട് കാരണം ലാപ്സായി. പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ നവീകരണം പൂർത്തിയായില്ലെന്നും അനൂപ് ജേക്കബ്. പദ്ധതികൾ വിപുലീകരിക്കാതെ നിങ്ങൾ 20 ലക്ഷം കണക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് സാർ സംഭവിച്ചത്? വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവനും വെള്ളം ഇല്ലാണ്ടായി, കണക്ഷൻ കിട്ടിയവർക്കും വെള്ളം ഇല്ലാത്ത അവസ്ഥയായി. 6 ലക്ഷം പുതിയ കണക്ഷൻസ് കിട്ടിയവർക്ക് പൈപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും അതിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത്. സാർ, ആദ്യത്തെ 2 വർഷം ഈ പദ്ധതി കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ 2023 മുതൽ ഇത് തകിടം മറിയുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ മന്ത്രി തന്നെ പറഞ്ഞു ഫണ്ട് ലാപ്സായില്ല എന്ന്. അങ്ങ് നൽകിയ മറുപടിയിൽ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന് അങ്ങ് തന്നെ ഈ നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഫണ്ടിന് ആനുപാതികമായ തുക 15 ദിവസത്തിനുള്ളിൽ നോഡൽ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിക്കണം. ആ 15 ദിവസം കൊണ്ട് എത്തിക്കേണ്ട തുക 3 മുതൽ 5 മാസം വരെ വൈകിയാണ് നിങ്ങൾ സ്റ്റേറ്റ് ഷെയർ വെച്ചത്. സാർ, അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ അടക്കം കൊടുക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വിഹിതം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മന്ത്രി തന്നെ ഈ നിയമസഭയിൽ നൽകിയ മറുപടിയിലുണ്ട്. അതായത് കേന്ദ്ര ഫണ്ട് ലാപ്സായെന്നല്ലേ എൻ്റെ അർത്ഥം. അതേസമയം ഫണ്ട് ലാപ്സായിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. റോഡ് വെട്ടിപ്പൊളിക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. 51,000 കിലോമീറ്റർ റോഡുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പദ്ധതി വഴി സമ്പൂർണ്ണമായി ശുദ്ധജലം എത്തിക്കുമെന്നും അതിനെല്ലാവരുടെയും സഹകരണം വേണമെന്നും റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു. സമ്പൂർണ്ണമായി കുടിവെള്ളം കൊടുക്കുക തന്നെ ചെയ്യും, ഒരാക്ഷേപം ഉണ്ടാവില്ല. അതാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. ആ പ്രവർത്തികൾ പോകുന്ന ഘട്ടമാകുമ്പോൾ ചില ബുദ്ധിമുട്ട് വരും. റോഡ് പൊളിക്കാതെ ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി വേറെ ഒരു മാർഗവും ആവിഷ്കരിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയില്ല. 44,715 കോടിയുടെ പദ്ധതി കാലാവധി പൂർത്തിയായപ്പോൾ 4/1 തുക പോലും ചെലവാക്കിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കൃത്യമായ സർവേ നടത്തിയിട്ടില്ല, എസ്റ്റിമേറ്റും തയ്യാറാക്കിയില്ല. ജലം ലഭ്യമാക്കാൻ സോഴ്സ് ഇല്ലാതെ പൈപ്പ് മാത്രം ഇട്ടുപോകുകയാണ് ചെയ്യുന്നതെന്നും കണക്ഷൻ പൂർത്തിയാകുമ്പോൾ നിലവിൽ ലഭിക്കുന്നവർക്ക് ജലം ലഭ്യമാകുന്നതല്ലെന്നും VD സതീശൻ ആരോപിച്ചു. 44,000 കോടി രൂപയുടെ 9% മാത്രമാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളതെന്ന് പറയാണ്. എത്ര ചെലവാക്കിയപ്പോഴാ? 4/1 പോലും ചെലവാക്കാത്തപ്പോൾ 9,000 കോടി ചെലവാക്കിയപ്പോഴാണ്. അപ്പോൾ ഏകദേശം 35% കരാർ കുടിശ്ശിക. റോഡുകൾ മുഴുവൻ നാശമായി കിടക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ ഒരു കമ്പോണന്റാണ്, അതുകൂടി മനസ്സിലാക്കി. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.